ഹലോ മച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. പുഷ്പ ടുവിൻ്റെ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 1477ഓളം ഷോകൾ കേരളത്തിൽ ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 2,36,000-ഓളം ജനങ്ങൾ കാണുകയും സിനിമയ്ക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 3,80,00,000 രൂപയാണ് ട്രാക്ഡ് കളക്ഷൻ. അതായത് ഏറെക്കുറെ 5 കോടിയോളമായിരിക്കും ഇന്നത്തെ കളക്ഷൻ വരാൻ പോകുന്നത്. അതായത് ഒരുപാട് റെക്കോർഡുകളായിരിക്കും ഈ സിനിമ ഇന്ന് കേരളത്തിൽ തീർക്കാൻ പോകുന്നത്. അതായത് ഒരു തെലുങ്ക് സിനിമയുടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ ആയിരിക്കും ഈ സിനിമയ്ക്ക് വരാൻ പോകുന്നത്. 7 കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ എന്നാണ് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. ഇനിയും ഒരുപാട് ഷോകൾ ഓടാനുണ്ട്. അതുകൊണ്ട് തന്നെ ട്രാക്ഡ് കളക്ഷൻസ് തന്നെ 5 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ്. ഹിന്ദി ബെൽറ്റിൽ സിനിമയ്ക്ക് ഏകദേശം 70 കോടിക്ക് മുകളിലാണ് ആദ്യ ദിനത്തെ കളക്ഷൻ വന്നിരിക്കുന്നത്. ഇന്ത്യ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് 150 കോടിക്കും 200 കോടിക്കും ഇടയിലാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയുടെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 300-350 കോടിയായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആദ്യ ദിന കളക്ഷനായി മാറും ഈ ഒരു സിനിമയുടെ കളക്ഷൻ എന്നുള്ളത്. കേരളത്തിൽ നെഗറ്റീവാണ് സിനിമയുടെ റിവ്യൂ വന്നതെങ്കിൽ കളക്ഷൻ കാര്യത്തിൽ ഹെവി പോസിറ്റീവ് എന്നല്ല, എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് തന്നെയാണ്. ഒരു തെലുങ്ക് സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കളക്ഷൻ തന്നെയെന്ന് പറയാം. പ്രത്യേകിച്ച് ഈ ഒരു ജോണറിൽ വരുമ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിയോടെ വന്നിട്ട് ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത ലെവലിൽ വന്നിട്ട് സിനിമ തൂക്കുന്ന കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റെക്കോർഡ് എന്ന് തന്നെ പറയാം. എന്തായാലും സിനിമ ഒരു വലിയ സക്സസ്സായി ആദ്യ ദിനം തന്നെ മാറിയിരിക്കാൻ നമുക്കറിയാം. വമ്പൻ ബഡ്ജറ്റിലാണ് ഈ ഒരു സിനിമ ഒരുങ്ങിയിരിക്കുന്നത്. ആദ്യ ആഴ്ചയിൽ തന്നെ സിനിമ പ്രോഫിറ്റബിൾ ആകും എന്നുള്ള കാര്യമാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 1000 കോടിയിൽ കുറഞ്ഞ ഒന്നും തന്നെ നോക്കണ്ട എന്നുള്ള അഭിപ്രായം തന്നെയാണ് സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ കൊണ്ടുവരുന്നത്. ശനി ഞായർ ദിനങ്ങളിലൂടെ മാത്രം സിനിമ ഒരുപക്ഷെ 700 കോടിക്ക് മുകളിലേക്ക് എത്തും. അതായത് ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ സിനിമ 900 കോടിയിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ട്രേഡ് അനലിസ്റ്റുകൾ സഹിതം പറയുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.